ഈ സാറ് പറഞ്ഞ വലിയൊരു ഉദാഹരണം ഉണ്ടല്ലോ. കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് കേരളത്തില് വളരെ വിജയകരമായി സാധാരണക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഡിജിറ്റൽ ഭരണ സംവിധാനത്തെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് അക്ഷയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷയുടെ ഇടയിൽ ഒരു വേറെ ആളുണ്ടോ? ഇല്ല സാറേ, അക്ഷയുടെ ഇടയിൽ വേറെ ആളില്ല. അക്ഷയ ശരിക്കും ഇവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള സഹായിയാണ് ശരിക്കും. സേവനങ്ങൾ ഇപ്പൊ സാറ് ഒരു സാധാരണക്കാരനെന്ന് കരുതാം, ഇവിടെ ഓൺലൈൻ സർവീസ് വിരൽത്തുമ്പിൽ കിട്ടുന്നുണ്ട്. സാറിന് ഞാൻ ഒരു മൊബൈല്, ഒരു സ്മാർട്ട് ഫോൺ തന്നിട്ട് പറഞ്ഞു, സാർ 60 വയസ്സ് കഴിഞ്ഞ ആളല്ലേ, സാർ ഒരു പെൻഷന് അപ്ലൈ ചെയ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണം, അതുപോലെ റേഷൻ കാർഡ്, അതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ അത് PDF ആക്കാനും JPG ആക്കാനും 200 KB താഴെ ആക്കാനും സാധാരണക്കാരനായുള്ള ഒരു വ്യക്തിക്ക് അത് സാധ്യമല്ല. അവിടെയാണ് അക്ഷയയുടെ പ്രസക്തി. അക്ഷയ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. സഞ്ജിത്തിന്റെ അഭിപ്രായത്തിൽ ബ്രോക്കറിന്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാ? യഥാർത്ഥത്തിൽ നമ്മുടെ കാലത്തും കുറെയൊക്കെ ഈ ഇടനിലക്കാർ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, അത് സത്യമാണ്. ഇടനിലക്കാരെന്നുള്ളതിനെ നമ്മള് നെഗറ്റീവായി കാണാതിരുന്നാൽ മതി. 3 കാര്യങ്ങൾ. 1 സമയം, 2 കമ്മ്യൂണിക്കേഷൻ. സമയം ലാഭിക്കാൻ ഇപ്പൊ എനിക്ക് തിരക്കുണ്ട്, എനിക്ക് ഒരു ഓഫീസിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് അന്ന് പോകാൻ പറ്റില്ല. അതേസമയം മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, അയാൾക്ക് ഞാനൊരു വളരെ പ്രൊഫഷണലായ, നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ പ്രൊഫഷണലായ ഒരു നിരക്ക് നിശ്ചയിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നു. എനിക്കും ലാഭമാണ്, അദ്ദേഹത്തിന് ലാഭമാണ്. 2 കമ്മ്യൂണിക്കേഷൻ. എനിക്കൊരു ഓഫീസിൽ പോയി വേണ്ട രീതിയിൽ പറയാൻ കഴിവില്ല എന്ന് കരുതുക, എന്നേക്കാൾ നന്നായി ആ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയ ഒരാളെ ഞാനത് ഏൽപ്പിക്കുന്നു, അത് പ്രൊഫഷണലായിട്ട്. 3ാമത്തത് സേവനം. ഇപ്പൊ നേരത്തെ നമ്മൾ ബ്രോക്കർ എന്ന് കേട്ടാൽ എന്റെയൊക്കെ മനസ്സിൽ ഏറ്റവും ആദ്യം വന്നത് എന്റെ ചെറുപ്പക്കാരൻ. അല്ല, ഞാൻ പക്കാ നെഗറ്റീവായിട്ട് കാണരുത്. കാരണം അതായത് വളരെ പ്രൊഫഷണൽ ആയിക്കൊണ്ട് 2 പേർക്ക് സേവനം കൊടുക്കാവുന്ന. അപ്പൊ നേരത്തെ പറഞ്ഞ അക്ഷയ യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ് ഒരു ഇടനിലയാണ്. സർക്കാരിന്റെ സേവനം അവർ വഴി കൊടുക്കുന്നു, അതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അക്ഷയ ഒരാളല്ല, പക്ഷെ അക്ഷയ നടത്തുന്നത് ഒരാളാണ്, അയാൾക്ക് വളരെ മാന്യമായ സേവനം കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തിനു തെറ്റ് പറയണം? അവർക്ക് എനിക്കും ലാഭമാണ്, സർക്കാരിന്റെ സമയം. ഞാൻ പറഞ്ഞിരിക്കുന്നത് ബ്രോക്കർ എന്ന പേരല്ല, ഒരു പൊതുജനത്തിന് സേവനം കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് അക്ഷയ. അതിൽ തെറ്റില്ലല്ലോ. അത് വളരെ യൂണിഫോമിറ്റി ഉണ്ട് അതിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട ഓരോ രേഖയ്ക്കും ഫീ നിശ്ചയിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഫീ നിശ്ചയിച്ചിട്ടുണ്ട്. മറിച്ച് ഞാനൊരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫീ ഇല്ല, ആ ഫീസ് ഇല്ല. വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചുള്ളതാണ് അത് തനിക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് തനിക്ക് റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാലം ഇന്നലെ ഉണ്ടായിരുന്നു, അതുമില്ല. അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് സേവനം കിട്ടുന്നുണ്ടെങ്കിൽ, അവരുടെ സമയം സേവ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ, അവരുടെ കമ്മ്യൂണിക്കേഷൻ. വില്ലേജ് അറിയാവുന്ന ആളോട് ചോദിക്കാം, താങ്കള് ഈ വില്ലേജിലൊക്കെ തന്നെ ഇപ്പം ഈ ആൾക്കാരുടെ സാമീപ്യം ഉണ്ടോ? ഇടനിലക്കാരുടെ സാമീപ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മുടെ SP വിജിലൻസ് മുൻ SP പറഞ്ഞത് അതിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞു. ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടനിലക്കാരനുള്ള വാക്ക് നമ്മൾ പ്രണയം പോലെ ഒരു വാക്ക് ഉപയോഗിച്ച് തേഞ്ഞു പോയൊരു വാക്കാണ്. ബ്രോക്കെന്നുള്ള വാക്ക് വ്യാഖ്യാനം വരുന്നുണ്ട്. ദല്ലാനുള്ള വാക്കല്ല, ഗൈഡ്. ഇപ്പോ ഒരു പഞ്ചായത്ത് മുമ്പ് ഞാൻ ഉദ്ദേശിച്ചൊരു വാക്കാണ്. എന്താന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ഒരു ജനപ്രതിനിധി അവിടെ വരുന്നു. ജനപ്രതിനിധി എന്ന് വെച്ചാൽ അവരെ ഒരു വിദ്യാഭ്യാസക്കാരും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ നമുക്ക് ദല്ലാന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു സഹായി എന്ന് വേണം പറയാൻ. മിഡിൽമാൻ എന്നുള്ള ടേം ശരിക്കും അത് അതിന്റെ ഒരു സൂക്കറുണ്ട്, ശരിയാണ്. രണ്ടാമതായിട്ട് അക്ഷയ കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞാൽ, അക്ഷയ വന്നുകൂടി വളരെ എളുപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സർക്കാർ അംഗീകരിച്ച ബ്രോക്കറാണ് അക്ഷയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.